വയസ്സായ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും മക്കൾ സംരക്ഷിക്കണം എന്ന വിഷയത്തിൽ സുപ്രീം കോടതി വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിരന്തരമായ ഇടപെടലുകളുടെയും വിധിന്യായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 ഭാരതത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കി നടപ്പിലാക്കിയത്. ആ നിയമം കർശനമായി പാലിക്കണമെന്ന് പിന്നീട് പലവട്ടം സുപ്രീം കോടതി സർക്കാരിനും ഹൈക്കോടതികൾക്കും നിർദ്ദേശം നൽകുകയുണ്ടായി. ഉത്തർപ്രദേശ് ഹൈക്കോടതി ഈ വിഷയത്തിൽ പുറപ്പെടുവിച്ച ഒരു വിധിന്യായത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് നരസിംഹയും ജസ്റ്റിസ് അലോകും അംഗങ്ങളായ ബെഞ്ച് വീണ്ടും ഇക്കാര്യത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളുടെ വിധിയെ യാതൊരു കാരണവശാലും കോടതികൾ, പ്രത്യേകിച്ച് ഹൈക്കോടതികൾ, ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്ന് പ്രസ്തുത വിധിന്യായത്തിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെടുന്നു. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ട്രിബ്യൂണലുകളുടെ വിധിക്കെതിരെ ലഭിക്കുന്ന അപ്പീലുകളിൽ നിയമവ്യാഖ്യാനം നടത്തുമ്പോൾ കോടതികൾ പരമപ്രാധാന്യം നൽകേണ്ടത് വയസ്സായ മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും ക്ഷേമവും ശേഷിക്കുന്ന കാലത്തെ സ്വസ്ഥമായ ജീവിതവുമായിരിക്കണം എന്ന് സുപ്രീം കോടതി ആവർത്തിച്ചു പറയുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും സ്വത്ത് അടിച്ചു മാറ്റുക, പിന്നീട് അവരെ യാതൊരു ദയയുമില്ലാതെ തെരുവിലേക്ക് ഇറക്കി വിടുക, വയസ്സായ മാതാപിതാക്കളെ രക്ഷിതാക്കളെ അവഗണിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികമായി. കൃത്യമായി പറഞ്ഞാൽ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും പണമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലം മുതൽ യാതൊരു കുറ്റബോധവുമില്ലാതെ മാതാപിതാക്കളെ അവഗണിക്കുവാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു 50 വയസ്സിൽ താഴെയുള്ളവർ തയ്യാറാവുകയാണ്. ഇപ്പോഴത്തെ 50 വയസ്സെന്ന് പറയുമ്പോൾ 30 കൊല്ലം മുൻപ് അവർ ജൻസികളാണ്. ജൻസി എന്ന വാക്കൊക്കെ ലോകത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത് അക്കാലത്താണ്. സർവ രാജ്യങ്ങളിലെയും തനിമകളെ ഇല്ലാതാക്കി ആധുനിക ആഗോള കമ്പോളവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങിയ കാലത്ത് അന്നത്തെ ജൻസികളായിരുന്നവരാണ് ഇപ്പോൾ ഇത്തരം കേസുകളിലെ എതിർകക്ഷികൾ. ഇപ്പോൾ വളരുന്ന ജൻസികളും വലിയ വ്യത്യാസമുണ്ടാവുകയില്ല.